ഓക്കെ, ഇനി ഇപ്പൊ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ വരാനുണ്ട്. ഇനി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെക്കാനിക്കലുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ ആണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. കാരണം ഒരു എന്താ പറയുക, ഓട്ടോമൊബൈലിന്റെ ഒരു ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലൂബ്രിക്കേഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂളിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ്. എന്താണ് കൂളിംഗും ലൂബ്രിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോ കൂളിംഗ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ സിലിണ്ടറിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിന് സമയത്ത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആവുന്നു. ഈ ഹീറ്റിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ? അതായത് ഒരു സ്ഥലത്ത് അവിടുത്തെ ഹീറ്റിനെ എന്ത് ചെയ്യാം, പുറന്തള്ളിക്കളിയ. എന്നാൽ ലൂബ്രിക്കേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? എനിബഡി? ജസ്റ്റ് നമുക്കൊരു ബേസിക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ലൂബ്രിക്കേഷൻ. നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ ലൂബിന്റെ കാര്യം പറയുന്നുണ്ട്, അല്ലെ? ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന കാര്യം, അതായത് നമ്മുടെ ചെയിന്റെ സ്ഥലത്തൊക്കെ ലൂബ്രിക്കേഷൻ കൊടുക്കണം എന്ന് പറയാറുണ്ട്. എവിടെയാണോ അത് രണ്ട് മേറ്റിംഗ് പാർട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു മേറ്റിംഗ് പാർട്ട് ഉണ്ട്, ഇവിടെ ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ പാർട്ട് 1 പാർട്ട് 2 ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയോ ഇങ്ങനത്തെ ഒരു ഫോമിലേക്ക് മാറും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് തമ്മിലുള്ള സ്ലൈഡിങ് മൂവ്മെന്റ്സ്, ഈ പാർട്ട് എയും പാർട്ട് ബിയും തമ്മിൽ ഒരു മൂവ്മെന്റ് നമുക്ക് വേണമെന്ന് വിചാരിക്കാം. ഈ മൂവ്മെന്റിനെ റിസ്ട്രിക്ട് ചെയ്യുന്ന എന്തായിരിക്കും? അതിന്റെ ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു മീഡിയം, ഒരു കൂളിംഗ് മീഡിയം കൊടുക്കുക, സോറി ലൂബ്രിക്കേഷൻ മീഡിയം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ലൂബ്രിക്കന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലൂബ്രിക്കന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ഒരുപാട് തവണ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓർത്തിരിക്കുക, ഏറ്റവും പ്രൈം ഫംഗ്ഷൻ ആണ് എന്താണ്? To reduce the friction. Clear? Reduce the friction. Clear? അത് എന്തിനാണ് reduce the friction? reduce ന്റെ പ്രധാന കാര്യം, ഇപ്പൊ നമ്മളൊരു എഞ്ചിനെ സംബന്ധിച്ച് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, ഓപ്പറേറ്റർ സിലബസിൽ പഠിക്കേണ്ടത്. ഈ എഞ്ചിൻ കമ്പൗണ്ടിൽ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. അപ്പൊ ഈ മൂവിംഗ് പാർട്ടുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് കൂടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യാനാണ് ലൂബ്രിക്കന്റ് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം, നിങ്ങൾ കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ ഒരു 200-300 കിലോമീറ്ററിൽ കൃത്യമായിട്ട് ഗ്രീസ് ഇട്ട് കൊടുക്കും, അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും? സ്പ്രോക്കറ്റ് പോവുക എന്ന് കേട്ടിട്ടില്ലേ? ചെയിനും സ്പ്രോക്കറ്റും പോവുക എന്ന് കേട്ടിട്ടില്ലേ? ചെയിനും സ്പ്രോക്കറ്റും പോവുക എന്ന് ബൈക്കുള്ള ആൾക്കാരൊക്കെ ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ലൂബ്രിക്കേഷന്റെ ഫംഗ്ഷൻ ക്ലിയർ അല്ലേ? ഞാൻ ഇലക്ട്രിക്കൽ ആരോട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ PSC ഓറിയന്റഡിലേക്ക് മാറും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി, പിന്നീട് നമ്മൾ പക്ക PSC ഓറിയന്റഡിലേക്ക് ഇത് മാറും. ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പോ നമുക്കൊരു ലൂബ്രിക്കേഷന്റെ പ്രധാനപ്പെട്ട പർപ്പസുകൾ ഒന്ന് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. രണ്ടാമത് ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ട് കൂടെ വർക്ക് ചെയ്യും. നോയിസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം മൂവിംഗ് പാർട്ടിക്കിൾസ് ഇടയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു മോഷൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? നോയിസ് ഉണ്ടാവില്ല. ഒരു ക്ലീനിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ എന്നുള്ളതാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. കാരണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. ഇത് ബാക്കിയൊക്കെ നമ്മുടെ ഒരു കോമൺ പർപ്പസുകളായിട്ട് വരുന്ന ഏരിയ ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് പ്രൈം പ്രോപ്പർട്ടിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒരു ലൂബ്രിക്കന്റിന് ആവശ്യമാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഏതാണ് എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള പ്രോപ്പർട്ടി നിങ്ങൾ കമന്റ് ചെയ്തോ. എന്താണ്? വിസ്കോസിറ്റി എന്നുള്ളതാണ്. ഓക്കെ, വിസ്കോസിറ്റി എന്നുള്ളതാണ് ഒരു ലൂബ്രിക്കന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇതിന് ശേഷമാണ് ബാക്കി സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ആന്റി കൊറോസീവ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇത് കൂടാണ്ട് വരുന്നുണ്ട്.
അപ്പൊ ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതാണ് നമ്മൾ ആദ്യമേ പഠിക്കുക ഏതാണ്, ദാറ്റ് ഈസ് വിസ്കോസിറ്റി. ഇനി വിസ്കോസിറ്റി കൂടാണ്ട് സൂട്ടബിൾ വിസ്കോസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞു ഹൈ ബോയിലിംഗ് പോയിന്റ്. ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം ഒരു നല്ല ലൂബ്രിക്കന്റിനെ സംബന്ധിച്ച്. ഹൈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് തിളയ്ക്കുന്ന ടെമ്പറേച്ചർ ആണ്. അപ്പൊ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഇതിന് തിളനില ഉണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു എന്താ പറയാ വർക്കിംഗ് ടെമ്പറേച്ചർ മാക്സിമത്തിൽ ആയിരിക്കും ഒരു എഞ്ചിനൊക്കെ വർക്ക് ചെയ്യാം, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ഒരു ലൂബ്രിക്കന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. കൊറോഷൻ റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ഓപ്പറേറ്റിംഗ് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രൈം ഓർത്തിരിക്കുക, വിസ്കോസിറ്റി എന്നുള്ളതാണ് പ്രൈം ആയിട്ട് വരുന്നത്. അതിൽ തന്നെ പ്രൈം ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കേണ്ടതാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളം ആയിക്കോട്ടെ, ലൂബ്രിക്കന്റ് ഇനി വർക്കിംഗ് ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അതിന്റെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം ഇതിന്റെ ന്യൂട്രൽ ലോ വിസ്കോസിറ്റി കാര്യങ്ങളൊന്നും നമ്മളിവിടെ പഠിക്കേണ്ട, വേറൊരു ടൈമിലേക്കേ വേണ്ട. നമ്മുടെ ഏറ്റവും എന്താ പറയാ വിസ്കോസിറ്റി ഇൻ ഓട്ടോമൊബൈൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതും പ്രധാനമായിട്ടും ലൂബ്രിക്കന്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട്. കഴിഞ്ഞ തവണത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യം കൂടിയായിരുന്നു വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം. കഴിഞ്ഞ KW ഓപ്പറേറ്ററിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നുന്നു 2-3 ക്വസ്റ്റ്യൻസ് ലൂബ്രിക്കറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നല്ല നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. അപ്പോൾ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് SAE എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ് നമ്മൾ പറയും SAE. ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. SAE എന്താണ്, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് SAE ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ. ഈ SAE എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൂബ്രിക്കന്റിന് ഓരോ വിസ്കോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നമ്പറിൽ നമ്മൾ പറയാറുണ്ട്, അതാണ് SAE ഇന്റർനാഷണൽ. ഓക്കെ, നമ്മൾ നോർമലി യൂണിറ്റ്സ് പറയുന്നില്ലേ, നോർമൽ യൂണിറ്റ്സ് നമ്മൾ മീറ്ററിലാണ് അതുപോലെ തന്നെ കെൽവിനിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ലൂബ്രിക്കൻസിന്റെ അല്ലെങ്കിൽ ലൂബ്രിക്കന്റിന്റെ വിസ്കോസിറ്റി പറയുന്നത് നോർമലി SAE നമ്പറിലായിരിക്കും. ക്ലിയർ ആണല്ലോ? SAE. ആർക്കെങ്കിലും ഇതിന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ കൃത്യമായി അറിഞ്ഞിരിക്കുക, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. കാരണം ഇതിന്റെ 4 ഓപ്ഷൻസ് വരുന്ന സമയത്ത് എല്ലാം സിമിലർ ആയിട്ടാണ് വരിക. അപ്പൊ ആ സമയത്ത് നമുക്ക് സംശയം വരാൻ പാടില്ല. ക്ലിയർ? പുതിയ കാര്യമാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. SAE നോട്ട്, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. ക്ലിയർ ആണല്ലോ? ശരത്, സോനറ്റ്, വിഷ്ണുമോഹൻ, ശരത്, അനന്തുഷാജി. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കമന്റ് ചെയ്ത ആൾക്കാരോട് മാത്രം ഒന്ന് പറഞ്ഞാട്ടോ. ക്ലിയർ? ഓക്കെ, ഇനി SAE നമ്പർ PSC വേറെ ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ SAE നമ്പർ പ്രധാനമായിട്ടും നമ്മൾ എഞ്ചിൻ ഓയിലിന്റെ വിസ്കോസിറ്റി കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. ഏതാണ് നമ്പർ വെച്ചിട്ടുള്ള കമ്പാരിസൺ. SAE നമ്പറിൽ ഈ SAE 40 and SAE 20 കമ്പാരിസൺ ഒക്കെ സ്ഥിരമായിട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണിത്. ഇതിന്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതുപോലെ കുറെ വാല്യൂസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ചിലതൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട വാല്യൂസ് ആണ്, നമുക്ക് വേറെ വഴികളില്ല, അത് അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ഇതെന്താണ് മെയിൻ ചെയ്തതെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ മുമ്പുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ പറഞ്ഞതാണ്. ഈ കപ്പിൽ ഇവിടെ താഴെ ഒരു ഹോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ട്യൂബിൽ കൂടെ ഇത് താഴോട്ട് വിടുകയാണ്. ഓക്കെ, ഇതില് നമുക്ക് വേണ്ട ലൂബ്രിക്കന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? ഇതിൽ ഞാൻ ആദ്യം വാട്ടർ വെച്ചു. ഇത് ഈ ഹൈറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ്, ഈ ഹൈറ്റ് താഴോട്ട് എത്താൻ വേണ്ട സമയത്തിന് ഞാൻ നമ്പർ കൊടുത്തു. ഇപ്പൊ സപ്പോസ് ഇത് 20 സെക്കൻഡോടെ എത്തിയെങ്കിൽ 20 കൊടുത്തു എന്ന് വിചാരിക്കും. ഇനി ഞാൻ ഈ വാട്ടർ മാറ്റി അതിൽ ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 20 എന്നുള്ള സെക്കൻഡ് എത്രയായിട്ട് മാറും? അതിൽ കൂടുതലായിരിക്കും കുറവായിരിക്കും? മോർ ആയിരിക്കും അല്ലെ? അപ്പൊ ഹണീന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് 20 എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറഞ്ഞപ്പോ നമ്മൾ 60 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഈ രണ്ട് നമ്പറുകൾ നമ്മൾ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഞാൻ നമ്പർ വെറുതെ ഒരു നമ്പർ പറയണേ, SAE 60 ആണോ SAE 20 ആണോ മോർ തിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ വരിക?
ഏതായിരിക്കും ആൻസർ വരിക? SI 60 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ആക്ച്വലി ഇതിന്റെ എക്സ്പെരിമെന്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എന്നാലും ഞാൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം എപ്പോഴും ഈ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വിച്ച് ഇസ് മോർ തിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. വിച്ച് ഗ്രേഡ് ഓയിൽ ഇസ് മോർ തിക്കർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അപ്പൊ SI 90, SI 80, SI 40 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻസ് വരിക. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഏറ്റവും ഹയസ്റ്റ് നമ്പർ അവിടെ ഏതാണോ ഉള്ളത് അതായിരിക്കും മോർ വിസ്കോസ് ആയിട്ടുള്ളത്. ഓക്കെ, കാരണം അവിടെ അത് താഴോട്ട് എത്താനുള്ള സമയം കൂടുതൽ എടുക്കും. ഈ ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. ഇനി നെക്സ്റ്റ് ഉള്ളത്, ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും കൂടി ആയിരിക്കണം നമ്മൾ ഇത് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം നമ്പർ ടൈമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പർട്ടിക്കുലർ യൂണിറ്റ് അതിന് പറയുന്നുമില്ല. ഓക്കെ, ഈ 50 എന്നുള്ളത് 50 സെക്കൻഡ്സ് ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. അതൊരു സ്റ്റാൻഡേർഡ് നമ്പറുകളായിട്ട് ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും കൂടെ, സ്റ്റാൻഡേർഡ് ഹൈറ്റ് വേണം, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും കൂടിയാണ് നമ്മൾ ഈ ചെക്കിംഗ് നടത്തുക. അപ്പൊ ഈ ചെക്കിംഗ് നടത്തുന്ന ടെമ്പറേച്ചർ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് -18 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ. ഈ -18 എന്ന് പറഞ്ഞാൽ വിന്റർ സീസണുകളിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസ്. ഓക്കെ, വിന്റർ സീസണുകളിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസ് അത് ചെക്ക് ചെയ്യുന്നത് എത്ര ഡിഗ്രി ആയിരിക്കണം? -18 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റ്. രണ്ട് രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിയർ ആണല്ലോ? -18 മാത്രം പഠിച്ചു പോകരുത്. ഓക്കെ, -18 അല്ലെങ്കിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, ഇത് വിന്റർ സീസണിലുള്ള എല്ലാ ഗ്രേഡുകളും നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ കാണാം 0W, 5W, 10W. അപ്പൊ എല്ലാത്തിനും ഒരു W കൂടുതൽ ചേർത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? 0W, 5W, 10W ഫോർ വിന്റർ. അതായത് W നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്പറുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് -18 ഡിഗ്രിയിലാണ്. നെക്സ്റ്റ് സമ്മറിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നമ്പർ ഫോളോ ചെയ്യുന്നില്ല. 10, 15, 20 അങ്ങനെയുള്ള ഒരു നോർമൽ നമ്പറുകൾ എന്താണ് സമ്മറിലാണ് നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കന്റ് ഓയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ചെക്ക് ചെയ്യുന്നത് 99 ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ 210 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പിന്നെ ഒരു സംശയം നമുക്ക് ഉണ്ടാവരുത്. 10, 15, 20 ഫോർ സമ്മർ, 90 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൾട്ടിഗ്രേഡ് ഓയിൽ. മൾട്ടിഗ്രേഡ് ഓയിൽ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. ഇതിന്റെ ഒരു റെഫറൻസുകൾ എവിടെയും കിട്ടിയില്ല. എന്നാൽ PSC ആൻസർ കീ ആയിട്ട് തന്നിരിക്കുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് SI 90 ഗ്രേഡ് ആണ് നമ്മൾ ഗിയർ ബോക്സിൽ നോർമലി യൂസ് ചെയ്യുന്നത്. SI 140 ആണ് അതർ ദാൻ ഗിയർ ബോക്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിൻസ് അതിൽ തന്നെ വിസ്കോസിറ്റി റേറ്റിംഗിൽ നിന്ന് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ നിർബന്ധമായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് SI നമ്പറിന്റെ ഫുൾ ഫോം, SI 40 and 20 കമ്പാരിസൺ, W ഫോളോ ചെയ്യുന്നത് വിന്ററിനെയാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും ഫോളോ ചെയ്യാത്തത് സമ്മറിനെയാണ്. 99 ഡിഗ്രിയിലാണ് നമ്മൾ വിന്റർ സീസണിൽ ചെക്ക് ചെയ്യുക. -18 ഡിഗ്രിയിലാണ് നമ്മൾ -18 ഡിഗ്രിയിലാണ് വിന്റർ സീസണിൽ ചെക്ക് ചെയ്യുക. 99 ഡിഗ്രിയിലാണ് സമ്മർ സീസണിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, SI 90 ഗ്രേഡ് ആണ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് വൊളറ്റാലിറ്റി. വൊളറ്റൈൽ ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ അതർ ദാൻ ഗിയർ ബോക്സ്. ഗിയർ ബോക്സിൽ അല്ലാത്ത ബാക്കി എഞ്ചിൻ കമ്പോണൻസിലൊക്കെ 140 യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോണറ്റ് ക്ലിയർ അല്ലേ? മൾട്ടിഗ്രേഡ് ഓയിൽ ആണ്. 15W40 എന്ന് പറഞ്ഞാൽ മൾട്ടിഗ്രേഡ് ഓയിൽ ആണ്. 15W40 എന്ന് പറഞ്ഞു വിചാരിക്കാം. 15W40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15W40 എന്ന് പറയുന്ന ഗ്രേഡ് ഓയിൽ ചെക്ക് ചെയ്യുന്നത് 99 ഡിഗ്രിയിലും 15W എന്ന് പറയുന്ന ഗ്രേഡ് ഓയിൽ ചെക്ക് ചെയ്യുന്നത് -18 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ അത് നമുക്കിപ്പോ രണ്ട് ഇതിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ട് വിന്റർ സീസണിലും വിന്റർ കാലാവസ്ഥയിലും
സമ്മർ കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേഡ് ഓയിലുകളെയാണ് മൾട്ടി ഗ്രേഡ് ഓയിൽ എന്ന് പറയുന്നത്. വൊളറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊളറ്റൈൽ ഇൻ നാച്ചർ. വൊളറ്റൈൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ഓയിൽ ടു ഇവാപറേറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഈ പെട്രോൾ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെട്രോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലേക്ക് വെക്കുമ്പോൾ തന്നെ എന്തായി പോകുന്നുണ്ട്, ആവിയായി പോകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതെന്താണ്, ഹൈലി വൊളറ്റൈൽ ആണ് അല്ലെ, ക്ലിയർ അല്ലേ, ഹൈലി വൊളറ്റൈൽ ആണ്, പെട്ടെന്ന് ആവിയായി പോകുന്നു. എന്നാൽ ലൂബ്രിക്കേറ്റിനെ സംബന്ധിച്ച് ഹൈ വൊളറ്റാലിറ്റി നാച്ചർ ആണോ വേണ്ടത്, അത് ലോ വൊളറ്റാലിറ്റി നാച്ചർ ആണോ വേണ്ടത്? ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ലൂബ്രിക്കന്റിന് ഹൈ വൊളറ്റാലിറ്റി ആണോ ലോ വൊളറ്റാലിറ്റി ആണോ? ലോ വൊളറ്റാലിറ്റി ആണ് വേണ്ടത്. കാരണം അത് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഇവാപറേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. കാരണം നമുക്കറിയാം എഞ്ചിൻ വർക്കിംഗ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ലോ വൊളറ്റാലിറ്റി ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം നമുക്ക്, ഒരു ലൂബ്രിക്കന്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ആണ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് പോയിന്റ് ഈസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ പ്രൊഡ്യൂസസ് ദ ഫ്ലാഷ്. ഓക്കെ, ഫ്ലാഷ് പോയിന്റും ഉണ്ട് ഫയർ പോയിന്റും ഉണ്ട്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ, ഫ്ലാഷ് പോയിന്റ് ആണോ ഫയർ പോയിന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്? ഒരു ഫ്ലാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അല്ലെ, ബേൺ ചെയ്യുന്ന. അത് നോർമലി ഒരു 20 ഡിഗ്രി ഒക്കെ നമുക്ക് 10 ഡിഗ്രി തൊട്ട് 20 ഡിഗ്രി, ഇത് 200 അല്ല, 10 ഡിഗ്രി ടു 20 ഡിഗ്രി അബോവ് ദ ഫ്ലാഷ് പോയിന്റ് ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഫയർ പോയിന്റ് ആയിട്ട് വരുന്നത്. വേറൊരു ടേം വരുന്നുണ്ട് പവർ പോയിന്റ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. പവർ പോയിന്റ്, POUR, പവർ പോയിന്റ്. പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് ഇപ്പൊ ഈ ഒരു ലൂബ്രിക്കന്റിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഒരുപാട് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ എന്തായി പോകരുത്, ഇവാപറേറ്റ് ചെയ്തും പോകരുത്. ലോ ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ അവസ്ഥകളിൽ മാറ്റം വരാൻ പാടില്ല. അത് ഇതിപ്പോ ഐസ് പോലെ ആയി കഴിഞ്ഞാൽ തണുത്ത് ഉറച്ചു പോകാനും പാടില്ല. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നോർമൽ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒഴുകുന്ന, അത് ഏറ്റവും സ്റ്റിക്കിൽ ഒഴുകുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് അതിന്റെ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതിലും താഴെയുള്ള ടെമ്പറേച്ചർ ഇത് എന്തായി പോയിട്ടുണ്ടാവും, ഇതിന്റെ അവസ്ഥ സോളിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് പവർ പോയിന്റ് എന്തുകൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പവർ പോയിന്റ്, ഫയർ പോയിന്റ് ആൻഡ് ഫ്ലാഷ് പോയിന്റ്. കുറച്ച് ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലൂബ്രിക്കൻസ് നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സോളിഡ് ലൂബ്രിക്കന്റ് ഉണ്ട്, സെമി സോളിഡ് ലൂബ്രിക്കന്റ് ഉണ്ട്, ലിക്വിഡ് ലൂബ്രിക്കന്റ് ഉണ്ട്. ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ള ഒരേ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സെമി സോളിഡ് ലൂബ്രിക്കന്റിന്റെ എക്സാമ്പിൾ ഏതാണ്, ദാറ്റ് ഈസ് ഗ്രീസ്. ക്ലിയർ ആണല്ലോ. സോളിഡ് ലൂബ്രിക്കന്റ് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. ഫൈബർ, ഗ്രാഫൈറ്റ്, കാർബൺ, മൈക്ക, വാക്സ് തുടങ്ങിയതൊക്കെ എന്താണ്, സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. വാക്സ് സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ബട്ട് ഗ്രീസ് അണ്ടർ സെമി സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഇനി ലിക്വിഡ് ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനറൽ ഓയില്, അങ്ങനെ വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയ ഓയിൽ കാറ്റഗറി വരുന്ന സാധനങ്ങളൊക്കെ എന്തിൽ വരും, ലിക്വിഡ് ലൂബ്രിക്കന്റിലും വരും. ക്ലിയർ. സോളിഡ്, സെമി സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡ് ലൂബ്രിക്കന്റ്, സെമി സോളിഡ് ലൂബ്രിക്കന്റ് ആൻഡ് ലിക്വിഡ് ലൂബ്രിക്കന്റ്. സെമി സോളിഡിന്റെ അണ്ടർ കാറ്റഗറിയിലാണ് ഗ്രീസ് വരിക. അത് കൃത്യമായി തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്ന ഏരിയ ഒന്നല്ല. ഇനി ഈ പറയുന്ന ഗ്രീസുകൾ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ഇതുവരെ ഇതിലൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഒന്ന് കാൽസ്യം ബേസ്ഡ് ഗ്രീസ്, സോഡിയം ബേസ്ഡ് ഗ്രീസ്, അലൂമിനിയം ബേസ്ഡ് ഗ്രീസ് ആൻഡ് ലിഥിയം ബേസ്ഡ് ഗ്രീസ്. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. എൻജിൻസ് ഓഫ് വെഹിക്കിൾസ്, കൂളിംഗ് പമ്പിലൊക്കെയാണ് കാൽസ്യം ബേസ്ഡ് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ ഫംഗ്ഷൻസിൽ സോഡിയം ബേസ്ഡ് യൂസ് ചെയ്യുന്നു. അലൂമിനിയം ബേസ്ഡ് ഗ്രീസ് യൂസ് ചെയ്യുന്നത് ചെയിൻ ജോയിന്റ്സ് തുടങ്ങിയ കാര്യങ്ങളിലാണ്. ലിഥിയം ബേസ്ഡ് യൂസ് ചെയ്യുന്നത് നോർമലി ഓൾ ജോയിന്റ്സ് ഓഫ് വെഹിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇങ്ങനെ തന്നെ വന്നതുകൊണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഫംഗ്ഷൻസിൽ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നോൺ ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ഒരുപാട് അതായത് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടാത്ത ഒരു ഏരിയ. പക്ഷെ ഇവിടെ നിന്ന് വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം, സെമി സോളിഡ് ലൂബ്രിക്കന്റിന്റെ അണ്ടർ കാറ്റഗറിയാണ് ഗ്രീസ് വരിക എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി എവിടെയൊക്കെ ലൂബ്രിക്കേഷൻ വേണം എന്നുള്ളത്. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ മൂവിംഗ് പാർട്സ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബെയറിംഗ്, ക്രാങ്കിന്റെ പിന്ന്, കണക്ടിംഗ് റോഡ്, ഗഡ്ജൻ പിന്ന്,
സിലിണ്ടേഴ്സില്, ഈ പിസ്റ്റൺ റിങ്സിൽ, ടൈമിംഗ് ഗിയേഴ്സിൽ, അങ്ങനെ എവിടെയൊക്കെ നമുക്ക് മൂവിംഗ് പാർട്സ് വരുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ലൂബ്രിക്കേഷന്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു ഫിഗർ കാണിച്ചാൽ തന്നെ നമുക്കൊരു എഞ്ചിൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ലൂബ്രിക്കേഷനുള്ള സപ്ലൈ വളരെ ലളിതമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഇതിൽ ഓരോ ഭാഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഇതാണ് ബൗണ്ടറി ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ബൗണ്ടറി ലൂബ്രിക്കേഷൻ. അപ്പൊ ഒരു നമ്മുടെ സർഫേസിൽ, ഒരു പിസ്റ്റന്റെ സർഫേസ് ആണെന്ന് വിചാരിക്കുക. ഈ സർഫേസിൽ മാത്രം നമുക്ക് ലൂബ്രിക്കന്റ് എത്തിച്ചാൽ മതി. അവിടെ നമുക്ക് ബൗണ്ടറി ലൂബ്രിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സർഫേസിൽ മാത്രം. ഫുൾഫില്ലിംഗ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓയിൽ പമ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുൾഫില്ലിംഗ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണ്. അത് ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഈ ബൗണ്ടറി ലൂബ്രിക്കേഷൻ പിസ്റ്റൻസിൽ എന്ത് വരുമെന്ന് മാത്രം രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പെട്രോൾ സിസ്റ്റം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പിന്നെ സ്കിപ്പിംഗ് ഇല്ല കേട്ടോ. ഓക്കെ, ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ സപ്പോസ് നമ്മൾ പെട്രോൾ ഉണ്ട്. ഈ പെട്രോളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു 2 to 3% ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പെട്രോളിലേക്കാണ് മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എഞ്ചിൻ പാർട്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താവും? ഈ പെട്രോൾ പോകുന്ന ഭാഗത്തൊക്കെ ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ആര് തന്നെ പ്രൊവൈഡ് ചെയ്തോളും? ഈ പെട്രോൾ തന്നെ പ്രൊവൈഡ് ചെയ്തോളും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പെട്രോയിൽ. ഓക്കെ, പെട്രോയിൽ ലൂബ്രിക്കേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാര്യം, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ടോ? കാരണം എന്താണ്? ഓൺലി ഇൻ ടു സ്ട്രോക്ക്. ഓക്കെ, പെട്രോൾ സിസ്റ്റം ലിമിറ്റഡ് ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻസ്. എന്തുകൊണ്ടായിരിക്കും ലിമിറ്റ് ചെയ്യുന്നത്? കാരണം ഈ പെട്രോള് എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാ ഭാഗം കറങ്ങിയൊക്കെ വരണമെങ്കിൽ അത് എവിടെ 2 സ്ട്രോക്കിലേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇത് പുതിയതായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കലുകാരൊക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് പെട്രോൾ സിസ്റ്റം യൂസ്ഡ് ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഓൺലി എന്ന് മാത്രം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇവിടെ നമുക്ക് ലൂബ്രിക്കന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ആവശ്യമില്ല. കാരണം പെട്രോളിന്റെ കൂടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂടെ കയറ്റി വിടുന്ന പരിപാടിയാണ് എന്ത്? പെട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? 2 to 3% ആണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ മിക്സ് ചെയ്യുള്ളൂ. 2 to 3% ഓൺലി. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പ്ലാഷ് സിസ്റ്റം. ഈ സ്പ്ലാഷ് സിസ്റ്റത്തില് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മുടെ ഈ പിസ്റ്റന്റെ ഈ കണക്ടിംഗ് റോഡ് ഉണ്ടല്ലോ, ഈ കണക്ടിംഗ് റോഡിന്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു സ്പൂള് വെക്കും. ഈ സ്പൂള് എന്നിട്ട് ഇവിടെ ഒരു ഓയിൽ ത്രൂസ് കൊടുത്തിട്ട് ഇതുവഴി ഇതിങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾക്ക് എന്താ ആംഗുലാർ മോഷൻ ആണ് ആക്ച്വലി കണക്ഷൻ റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആംഗുലാർ മോഷന്റെ ഭാഗമായിട്ട് ഇതിനിടയിൽ ഒരു സ്പൂള് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്പൂള് വഴി ഈ ബെയറിങ്ങുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എത്തിക്കാൻ പറ്റും. ഈ ഒരു രീതിനെ പറയുന്ന പേരാണ് സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ്, ഒക്കെ ക്രാങ്ക് ഷാഫ്റ്റ് സൈഡിലുള്ള ബെയറിംഗ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുവഴി ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു സിസ്റ്റമാണ് സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇവിടെയാണ് നമ്മളൊരു സ്പൂളിന്റെ ആവശ്യം വരുന്നത്. അത് കണക്ട് ചെയ്യുന്നത് കണക്ടിംഗ് റോഡിന്റെ എൻഡിലാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബെയറിംഗുകളും ബിഗ് എൻ ബെയറിംഗ് അല്ലെങ്കിൽ ബിഗ് എൻ ബെയറിംഗ് അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്ലാഷ് സിസ്റ്റം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് പ്രഷർ സിസ്റ്റം. ഓക്കെ, പ്രഷർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു പമ്പ് ഉണ്ടാവും. ഓക്കെ, ഒരു പമ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വളരെ രസകരമായ നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഒരു പ്രഷർ ഫീഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ലൂബ്രിക്കേഷൻ പമ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം, ഒരു പമ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പമ്പിന്റെ അടിയിൽ എന്തുണ്ട്? ഒരു സ്ട്രെയിനർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് അതൊരു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പ്രഷർ റേഞ്ച്? 2 to 4 kg/cm². ഓർത്തിരിക്കുക, 2 to 4. ഇത് മുമ്പ് കണ്ടിട്ടുള്ള ചോദ്യം കേട്ടോ. 2 to 4 kg/cm². ഇതിനെ ഞാൻ കിലോ പാസ്കലിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം. KPA റീഡിങ് എന്തായിട്ട് മാറും?
കിലോ പാസ്കലിലേക്ക് മാറി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റീഡിംഗ്? എനിബഡി? 200 to 400. ഇതും ചോദ്യമായി കണ്ടിട്ടുണ്ട്. 200 തൊട്ട് 400 കിലോ പാസ്കലും നമുക്ക് എന്തായിട്ട് വരാറുണ്ട്? നമ്മുടെ ഓപ്ഷൻസിൽ വരാറുണ്ട്. അപ്പൊ ഈ 2 to 4 അല്ലെങ്കിൽ 200 to 400, ഒന്ന് കിലോ പാസ്കലാണ്, ഒന്ന് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. രണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പ്രഷർ സിസ്റ്റം, പ്രഷർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു പമ്പ് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ കൂളിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ഈ പമ്പൊന്നും യൂസ് ചെയ്യാത്ത കൂളിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? എനിബഡി? കൂളിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ പമ്പൊന്നും യൂസ് ചെയ്യാത്ത സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പറഞ്ഞ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തെർമോസിഫോൺ സിസ്റ്റം അല്ലെ? തെർമോസിഫോൺ സിസ്റ്റം. അപ്പൊ എനിവേ നെക്സ്റ്റ് ആണ് സെമി പ്രഷർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് സ്പ്ലാഷും പ്രഷറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് നോർമലി 4 സ്ട്രോക്ക് എഞ്ചിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. സെമി പ്രഷർ സിസ്റ്റം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ആ ഒരു റേഞ്ച് ആണ്. 200 to 400 കിലോ പാസ്കൽ അല്ലെങ്കിൽ 2 to 4 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ആണ് ഡ്രൈ സം സിസ്റ്റം. ഇവിടെ നമുക്ക് 2 പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഓയിൽ ഫീഡ് ചെയ്യാൻ, രണ്ടാമത്തേത് നമുക്ക് ഇതിനെ നമ്മൾ ഓയിൽ ടാങ്കിലേക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമുക്ക് ഡ്രൈ സം സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കാൻ പറ്റില്ല, ഒരുപാട് പഠിക്കണം. നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ആകെ അറിഞ്ഞിരിക്കേണ്ട 2 പമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 പമ്പിൽ ഒരാളുടെ ഉദ്ദേശം ഓയിൽ ഫീഡ് ചെയ്യാനാണ്, അടുത്ത ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ടാങ്കിലേക്ക് ഇതിനെ ഡെലിവർ ബാക്ക് ചെയ്യാനാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ തൽക്കാലം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്ന സിസ്റ്റം ആണ് നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് മെയിൻ ഓയിൽ ഗാലറി. മെയിൻ ഓയിൽ ഗാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു പ്രഷർ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ സമ്പിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ്, നമ്മളൊരു പമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഓയിൽ പമ്പ് ഉണ്ട്. അപ്പൊ ഈ ഓയിൽ പമ്പിന്റെ ഒരു ഓയിൽ പമ്പ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഓയിൽ പമ്പ്, ഈ ഓയിൽ പമ്പിന്റെ ഇൻലെറ്റും ഉണ്ട് ഔട്ട്ലെറ്റും ഉണ്ട്. ഇൻലെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് സമ്പിലായിരിക്കും. ഓക്കെ, ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? മെയിൻ ഓയിൽ ഗാലറിയിലായിരിക്കും. ഓക്കെ, ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന മെയിൻ ഓയിൽ ഗാലറിയിലായിരിക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓപ്ഷൻസ് ദ ആൻസർ വിൽ ബി വേരി. ശ്രദ്ധിച്ചോളൂ, ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം, ഓപ്ഷൻ നന്നായി ശ്രദ്ധിക്കണം, എന്നിട്ട് മാത്രമേ ഇത് ആൻസർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഫിൽറ്റർ മെയിൻ ഓയിൽ ഗാലറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓയിൽ പമ്പിന്റെ ഔട്ട്ലെറ്റ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ആൻസർ വരിക? മെയിൻ ഓയിൽ ഗാലറി എന്നായിരിക്കും ആൻസർ വരിക. ഇനി ഓയിൽ പമ്പിൽ നിന്ന് ഓയിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത അല്ല അവിടെ ചെയ്യും. ഓയിൽ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഫിൽറ്ററിലേക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ആൻസർ ചെയ്യാൻ. കാരണം ഔട്ട്ലെറ്റ് എവിടെയുണ്ട്? ഫിൽറ്റർ കഴിഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു സർക്യൂട്ട് ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പറയാം. നെക്സ്റ്റ് ആണ് റിലീഫ് വാൽവ്. റിലീഫ് വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതിന്റെ ഉള്ളിൽ പ്രഷറും ഈ പറഞ്ഞ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അണ്ടർ പ്രഷറിലാണ് നമ്മൾ പ്രഷറൈസ് ചെയ്ത് ഒരു ഓയിൽ പമ്പ് വെച്ചിട്ട് നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കൊടുക്കുന്ന പ്രഷറില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 200 to 400 കിലോ പാസ്കലൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. ഇത് കൂടുതൽ വരാനും പാടില്ല. ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലീഫ് വാൽവ് യൂസ് ചെയ്യുന്നത്. ഈ റിലീഫ് വാൽവ് നമ്മൾ നോർമലി ഗാലറിയിലാണ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഷർ റെഗുലേഷന് വേണ്ടിയിട്ടാണ്. ഇത് ബോൾ ടൈപ്പും പ്ലഞ്ചർ ടൈപ്പും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ ആപ്ലിക്കേഷൻ നമ്മളത് വേരി ചെയ്യുന്നു. എനിവേ അതിനെ കുറിച്ച് നമ്മൾ അധികം പഠിക്കേണ്ടതില്ല. എന്നാലും റിലീഫ് വാൽവിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. പ്രഷർ റെഗുലേഷന് വേണ്ടിയിട്ടാണ്. ഓവർ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രഷർ ഒരു അണ്ടർ കൺട്രോളിൽ നിർത്തണം. അതാണ് റിലീഫ് വാൽവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഫ്യൂൽ ടാങ്ക് തൽക്കാലം നമ്മൾ ഈ സെക്ഷനിൽ വേണ്ട. നെക്സ്റ്റ് ഫിൽറ്ററുകളെ കുറിച്ചും ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. പല ടൈപ്പ് ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നു. അതിൽ തന്നെ നമുക്ക് ഒരു രണ്ടായിട്ട് കാറ്റഗറി ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈപ്പാസ് സിസ്റ്റം ഒന്ന് ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറയും. ഈ ബൈപ്പാസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ബെയറിങ്ങുകളിലേക്ക് നമുക്ക് പോകണം. ചില കണ്ടീഷനുകളിൽ നമുക്ക് ഈ ഫിൽറ്റർ ചെയ്ത് പോകണമെന്നില്ല.
ഒരു എമർജൻസി കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ബൈപ്പാസ് സിസ്റ്റം യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ചെറിയ പാർട്ട് മാത്രം നമ്മൾ എന്തിലേക്ക് കൊടുക്കുള്ളൂ, ഫിൽറ്ററിലേക്ക് കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ കണക്ഷൻസും നമ്മൾ എന്തിലേക്ക് കൊടുത്തോളും? മനസ്സിലായി? ഞങ്ങൾക്ക് അതിന്റെ ലോജിക്ക് കിട്ടിയോ? ബൈപ്പാസ് സിസ്റ്റത്തില് നമ്മൾ നേരിട്ട് ഫിൽറ്ററിലേക്ക് പോവില്ല. അതിന് പകരം എന്ത് ചെയ്യും, നേരെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ബെയറിങ്ങുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓയിലിനെ വിടും. ഇനി ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തിലേക്ക് പോവാം, ഫിൽറ്ററിലേക്ക് പോവാം. ഫിൽറ്ററിൽ പോയതിനു ശേഷം മാത്രമാണ് ബാക്കി സ്ഥലത്തേക്ക് കടത്തി. ക്ലിയർ? ക്ലിയർ അല്ലേ? ബൈപ്പാസ് സിസ്റ്റം ആൻഡ് ഫുൾ ഫ്ലോ സിസ്റ്റം. ക്ലിയർ അല്ലേ? ഇവരോട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഒന്നല്ല, നമുക്ക് അതൊന്നും കാര്യം മനസ്സിലാക്കി വെക്കാന്ന് മാത്രം. ബൈപ്പാസ് സിസ്റ്റം ആൻഡ് ഫുൾ ഫ്ലോ സിസ്റ്റം. ഒന്നിൽ നേരിട്ട് പല ഭാഗത്തേക്ക് പോകുന്നു, ഒരു പോർഷൻ മാത്രമാണ് ഫിൽറ്ററിലേക്ക് കൊടുക്കുള്ളൂ. കാരണം ഈ സെഡിമെന്റ്സ് ഒക്കെ നിർബന്ധമായിട്ട് റിമൂവ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ഫിൽറ്റർ കൊടുക്കും. ഫിൽറ്ററിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാവുന്ന ഡേർട്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഈ ടൈപ്പുകൾ മാത്രം അറിഞ്ഞില്ല. ഇത് കാറ്ററിഡ്ജ് ഫിൽറ്റർ ഉണ്ട്, എഡ്ജ് ഫിൽറ്റേഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കാറ്ററിഡ്ജ് ഫിൽറ്റേഴ്സ് ഉണ്ട്, എഡ്ജ് ഫിൽറ്റേഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ആളാണ് കാറ്ററിഡ്ജ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ഈ സെന്ററിൽ കൊടുത്തിരിക്കുന്ന കാറ്ററിഡ്ജ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ സെഡിമെന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പ്രത്യേകത തന്നെ ഏകദേശം 5 മൈക്രോൺ വരെയുള്ള ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ് ടു 5 മൈക്രോൺസ്. അപ് ടു 5 മൈക്രോൺസ്. ഇതിൽ നമുക്കൊരു ക്ലോത്ത് അല്ലെങ്കിൽ ഫൈബർ മെറ്റീരിയൽ ആണ് കാറ്ററിഡ്ജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, മീൻസ് ഫിൽറ്റർ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നുമില്ല. എനിവേ ഒന്ന് ഓർത്തിരിക്കുക, കാറ്ററിഡ്ജ് ടൈപ്പ് ഫിൽറ്റേഴ്സ്. കാറ്ററിഡ്ജ് ഫിൽറ്റേഴ്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് എഡ്ജ് ടൈപ്പ് ഫിൽറ്റർ. എഡ്ജ് ടൈപ്പ് ഫിൽറ്റർ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ സമയം തരുന്നുണ്ട്, അത് ഞാൻ കൃത്യമായി നോട്ട് ചെയ്യാൻ പറയുകയും ചെയ്യും കേട്ടോ. അൺഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു, മീൻസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ ആ അതിൽ തന്നെ കണ്ടുപോയാൽ മതി. കാരണം അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടാനില്ല, അതുകൊണ്ടാണ്. കാരണം അതൊക്കെ പക്ക തിയറി പോർഷൻസ് ആണ്. കാരണം നമുക്ക് ഒരു കാര്യം വായിക്കുമ്പോൾ നമുക്കറിയില്ലേ, ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്ന് വെറുതെ പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വേണം. അഥവാ ഒരു വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫിൽറ്റർ, താഴെ പറയുന്ന ഈ പറയുന്ന ഫിൽറ്റേഴ്സിൽ പെടാത്ത ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് സാധാരണ കയറി വരുള്ളൂ. അപ്പൊ നെയിം അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്. കാറ്ററിഡ്ജ് ടൈപ്പ് ഉണ്ട്, എഡ്ജ് ടൈപ്പ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഉണ്ട്. ഇത് മൂന്നും എന്തിന്റെ ഫിൽറ്ററുകളാണ്? ലൂബ്രിക്കന്റ് ഓയിലിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ആണ് എഡ്ജ് ടൈപ്പ് ഫിൽറ്റർ. എഡ്ജ് ടൈപ്പ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡിസ്ക് ഇതിലുണ്ട്. ഈ സോഫ്റ്റ് ഡിസ്ക് മാനുഫാക്ചർ ചെയ്യുന്നത് ബ്രാസ് കൊണ്ടായിരിക്കും. ഓക്കെ, എഡ്ജ് ടൈപ്പ് ഫിൽറ്ററിൽ ആകെ അതാ മാത്രമാണ് ഇരിക്കുക. ഇതിൽ ഇവിടെ കാണാം, ഒരു ഡിസ്ക് ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ കണ്ടെയ്ൻ ചെയ്യുന്ന അത് മെയ്ഡ് ചെയ്യുന്ന ബ്രാസ് കൊണ്ടാണ്. ഓക്കെ, അത് മാത്രം അറിഞ്ഞിരിക്കുക. എഡ്ജ് ടൈപ്പ് ഫിൽറ്റേഴ്സ്, ഫിൽറ്ററിന്റെ ഉദ്ദേശം ഡസ്റ്റിനെ റിമൂവ് ചെയ്യുക. അപ്പൊ ബ്രാസ് ആണ്, എഡ്ജ് ടൈപ്പിൽ ആകെ ഒരു ബ്രാസിന്റെ ഓർത്തിരിക്കുക. ഇനി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആണ്. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് നമ്മൾ ഇവിടെ കാണാം, ഇത് കണ്ടില്ലേ, ഡേർട്ട് അടിഞ്ഞുകൂടുന്ന കാണാം, കണ്ടോ? ഈ ഒരു ഭാഗത്ത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം എന്ത് ചെയ്യാണ്, ഡസ്റ്റിനെ ആ ഒരു എഡ്ജിലേക്ക് എത്തിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആണ് ഓയിൽ പമ്പ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓയിൽ പമ്പ് റൺ ചെയ്യുന്നത് ബൈ ക്യാം ഷാഫ്റ്റ് ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ. ഓയിൽ പമ്പ് റൺ ബൈ ക്യാം ഷാഫ്റ്റ്. ദീസ് ആർ 4 ടൈപ്സ്. ഓക്കെ, ഓയിൽ പമ്പ് റൺ ബൈ ക്യാം ഷാഫ്റ്റ്. എത്ര തവണ ചോദിച്ചു എന്ന് നമുക്ക് തന്നെ അറിയില്ല, അത്രയും തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓയിൽ പമ്പ് ക്യാം ഷാഫ്റ്റ് വഴി ആണ് റൺ ചെയ്യുന്നത്. കൃത്യമായി ഓർത്തിരിക്കുക. അത് ഓയിൽ പമ്പിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ക്യാം ഷാഫ്റ്റ് വഴി റൺ ചെയ്യുന്നു, ക്യാം ഷാഫ്റ്റ് വഴി റൺ ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഗിയർ ടൈപ്പ് ഉണ്ട്, റോട്ടോ ടൈപ്പ് ഉണ്ട്, വെയിൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏതുണ്ട്, പ്ലഞ്ചർ ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് പമ്പുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഇതിൽ തന്നെ ഏറ്റവും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടോ ടൈപ്പിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. കാരണം ഈ റോട്ടോ ടൈപ്പ് പമ്പുകൾ ചെറിയൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ ഈ പറയുന്ന പമ്പുകളുടെ ഒരു
ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഏത് ടൈപ്പ് പമ്പായിരിക്കും? ഗിയർ ടൈപ്പ് പമ്പായിരിക്കും അല്ലെ. ഫസ്റ്റ് കാണിച്ചത് ഗിയർ ടൈപ്പ് ആണ്, രണ്ടാമത് കാണിച്ചത് റോട്ടോ ടൈപ്പ് ആണ്, മൂന്നാമത് പ്ലഞ്ചർ ടൈപ്പ് ആണ്, നാലാമത് വെയിൻ ടൈപ്പ് ആണ്. ഓക്കെ, 4 ഫിഗറും ഞാൻ ഇവിടെ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ KEE എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഒരുപാട് എക്സാമുകൾ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലെ. ഇന്നർ റോട്ടറുകൾ എത്ര കിടക്കുന്നുണ്ട്? ഇന്നർ റോട്ടറുകൾ എത്ര വീലുണ്ട് ഇതില്? ഈ റോട്ടറിൽ എത്ര വീല് കിടക്കുന്നുണ്ട്? എത്ര വീൽസ് ഉണ്ട്? ജസ്റ്റ് എണീറ്റ് പറഞ്ഞോ. 4 വീലുണ്ട്. ക്ലിയർ ആണല്ലോ? 4 വീലുണ്ട്. ഔട്ടറോ? 5 വീലുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നർ വീൽ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഔട്ടർ വീൽ. കഴിഞ്ഞ നമ്മളെ ചോദിച്ച ചോദ്യമാണ്. ഇന്നർ വീൽ പ്ലസ് 1 ആണ് ഔട്ടർ വീൽ ആയിട്ട് വരുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒരു റോട്ടോർ പമ്പാണ് യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഇന്നർ വീലുകൾ 6 എണ്ണം ഉണ്ടെങ്കിൽ അതിന് ഔട്ടർ വീൽ എത്ര ഉണ്ടായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ വിൽക്കാം, ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനാ വരുന്നത്. 7 എണ്ണം ഉണ്ടാവും. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇന്നർ വീൽ പ്ലസ് 1 ആണ് ഔട്ടർ വീൽ. ഓക്കെ, ഡ്രൈവ് ഗിയറും ഡ്രിവൻ ഗിയർ. ക്ലിയർ? സംശയമില്ലല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? കാരണം അത് ക്വസ്റ്റ്യൻ കയറി വരും, അതുകൊണ്ടാണ് ഞാൻ അത്രയും ലോബാണ്, ഇന്നർ വീൽ അല്ല, ഇന്നർ ലോബ്. ഇന്നർ ലോബ്, ഔട്ടർ ലോബ്. ഓക്കെ, ഇന്നർ ലോബ് ആൻഡ് ഔട്ടർ ലോബ്സ്. ഈ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലോബ് കേട്ടോ. ഈ ഒരു ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലോബ്. ഇത് എഴുതിട്ടോ. ഗിയർ ടൈപ്പ് ജസ്റ്റ് 2 ഗിയറുകൾ, അതിന്റെ ഇടയിലുള്ള ആ ഒരു പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യുന്നു. റോട്ടോ ടൈപ്പില് ഇന്നർ റോട്ടോ 4 ലോബ്, ഔട്ടർ റോട്ടോ 5 ലോബ്. ഇത് പ്ലസ് 1 ആണ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ഈ സപ്പോസ് നമുക്ക് 4ഉം 5ഉം അല്ല തന്നെ, വേറൊരു വാല്യൂ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? കാരണം ഈ ഒരു എക്സാമിൽ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചോ. എല്ലാവരും ജോലിക്കാരാകാൻ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. ഇപ്പൊ തന്നെ വേക്കൻസി ഉണ്ട്. 88 വേക്കൻസി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. നിലവിൽ തന്നെ റിപ്പോർട്ടറാണ്. ഇതില് KEE ഓവർസിയറില് 450 വേക്കൻസി ഉണ്ട്. ഇതിൽ 88 വേക്കൻസി ഉണ്ട്. വെൽഡർ വേക്കൻസി ഉണ്ട്. അങ്ങനെ ഇപ്പൊ വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചാൽ അതിൽ വേക്കൻസി ഉണ്ട്. അപ്പൊ ഓൾ ടുഗദർ നല്ലൊരു വേക്കൻസി നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രമാണ് ഇനി വേണ്ടത്. AMV വേക്കൻസി വരും. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ വേക്കൻസി നോക്കണ്ട, ഓൾ ടുഗദർ നിങ്ങളുടെ കയ്യിലുള്ള വേക്കൻസി എത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി പറഞ്ഞ വെയിൻ ടൈപ്പ് ആയാലും പ്ലഞ്ചർ ടൈപ്പ് ആയാലും അധികം യൂസ് ചെയ്യാത്ത ടൈപ്പാണ്. വെയിൻ ടൈപ്പ് നോട്ട് മച്ച് ഇൻ യൂസ്ഡ് എന്ന് പറയുന്നത്. പ്ലഞ്ചർ ടൈപ്പ് സെൽഡം യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സെൽഡം യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സെൽഡം റയർ അല്ലെ? റയർ ആയിട്ട് യൂസ് ചെയ്യുന്നു മാത്രം. ഇപ്പൊ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ പഠിത്തത്തിന്റെ ഒരു പൂർണ്ണത വരുന്നത് എപ്പോഴും നമ്മുടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ ഒന്നാമത് ചോദ്യം പോവാം. ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഔട്ട്ലെറ്റ് ഈസ് കണക്റ്റഡ് ടു ഓയിൽ പാസേജ് ഇൻ റോക്കർ ഷാഫ്റ്റ്, ഓയിൽ ഗാലറി ഇൻ സിലിണ്ടർ ബ്ലോക്ക്, ടൈമിംഗ് കേസ് ഇൻലെറ്റ് യൂണിയൻ, ഫിൽറ്റർ ഇൻലെറ്റ് പൈപ്പ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓയിൽ ഗാലറി ഇൻ സിലിണ്ടർ ബ്ലോക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, വെരി ഗുഡ്. തെറ്റിച്ചിട്ടില്ല. എല്ലാവരും കൃത്യമായ ആൻസർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൂബ്രിക്കന്റ് ഓയിൽ മോർ സ്റ്റിക്കിയർ? മുമ്പ് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ്. ഓർത്തിരിക്കുക. SI30, SI40, SI70, SI80. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏതാണ്? റോഷ്നി KP. ഇപ്പൊ ജോയിൻ ചെയ്തോളോ? ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളോ?
നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ പാനലിസ്റ്റ് ആൻഡ് അറ്റൻഡീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾ പാനലിസ്റ്റ് അറ്റൻഡീസ് യൂസ് ചെയ്യാം. വേറെ എന്തിനാണെന്നറിയോ, നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒക്കെ ഒരു ഇന്ററാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കണം, നമ്മൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഈ റെക്കോർഡ് സെക്ഷൻസ് വെക്കാണ്ട് ലൈവ് വെക്കുന്നത് എന്തിനാണെന്നറിയാം, നമുക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ റോഷ്നി അത് ശ്രദ്ധിക്കാം, മുമ്പ് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു 30, 40, 70, 80. അതിൽ ഏറ്റവും ഗ്രേറ്റർ നമ്പർ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും മോർ സ്റ്റിക്കർ, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വിസ്കോസിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ഓയിൽ പ്രഷർ ഇൻ ദ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഓഫ് എ മോഡേൺ കാർ ഈസ് ആൾമോസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, (40 to 50 kilopascal, 200 to 400 kilopascal, 1 to 5 megapascal, more than 10 megapascal. ഏതാണ് ആൻസർ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 200 to 400 kilopascal ആണ്. സപ്പോസ് നമ്മുടെ ഓപ്ഷൻ മാറി വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ വരിക? 2 to 4 kilogram per centimeter square ആയിരിക്കും. യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കുക. The lubricant oil pumps are generally driven by camshaft, crankshaft, damper pulley, rocker shaft. ഓക്കെ, ഏതായിരിക്കും? ഓക്കെ, നിതിൻ കെ കെ, അരുൺ വി എസ്, മോഹൻ, എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ ആണ്. Camshaft is the right answer. Next question, a relief valve is fitted to the main oil gallery of an engine. എന്നൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, അത് ഒന്നുകൂടെ അവര് റിപ്പീറ്റ് ചെയ്ത് പറയാം. The purpose of this valve is to limit the maximum pressure, open when the oil is hot, maintain the supply of gallery becomes blocked, stop the oil flow in the bearing when the pressure is low. ഏതായിരിക്കും? അഞ്ചാമത്തെ ചോദ്യമാണ്, ഫിഫ്ത് ക്വസ്റ്റ്യൻ. ലിമിറ്റ് ദ മാക്സിമം ഓയിൽ പ്രഷർ എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ വരിക. വെരി ഗുഡ്, എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ ഗിവൺ ടു ആൻ എഞ്ചിൻ പിസ്റ്റൺ, ബൗണ്ടറി പ്രഷർ, ലെംപ്ഡ്, ഫുൾഫില്ലിംഗ്? ആറാമത്തെ ചോദ്യമാണ്. Okay, boundary lubrication. Water sludge is formed in the crankcase due to mixing of fuel and oil, water and fuel, water and oil, water and air. വാട്ടർ സ്ലഡ്ജ് എന്ന് പറയുന്നുണ്ടല്ലേ, പ്രധാനമായിട്ട് ഒരു വാട്ടർ സ്ലഡ്ജ് എന്ന് പറയുന്നുണ്ട്. ഏതായിരിക്കും? ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു സ്ലഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ സ്ലഡ്ജ് എന്ന് പറയും. ഓർത്തിരുന്നാൽ മതി, വാട്ടർ ആൻഡ് ഓയിൽ ടുഗദർ ഫോം ചെയ്യുന്നതാണ് എന്ത്? വാട്ടർ സ്ലഡ്ജ്. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ എന്തൊരു ഈ അടിഞ്ഞുകൂടിയ മാലിന്യം എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ, സ്ലഡ്ജ് ഫോം ചെയ്യാന്ന് പറയില്ലേ, സ്ലഡ്ജ്. ഓക്കെ, വലിയ സംശയമില്ലല്ലോ, വാട്ടർ ആൻഡ് ഓയിൽ. Next question, the two types of lubricating system used in engines are high and low pressure, pressure and vacuum, pump and gravity, splash and pressure. Simple question. Simple question. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ്. കാരണം നമ്മൾ രണ്ട് സിസ്റ്റം പഠിച്ചായിരുന്നു, സ്പ്ലാഷ് സിസ്റ്റം പഠിച്ചു, പ്രഷർ സിസ്റ്റം പഠിച്ചു. സ്പ്ലാഷ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്തൊരു സ്പൂൾ വെക്കുന്ന കാര്യം പറഞ്ഞത്, കണക്റ്റിംഗ് റോഡിന്റെ എൻഡിൽ സ്പൂൾ വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതാണ് സ്പ്ലാഷസിലാണ്. പിന്നീട് പമ്പ് വെക്കുന്ന കാര്യം പ്രഷർ സിസ്റ്റത്തിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, the primary function of lubrication is to provide cooling effect, provide sealing action, provide cleaning action, reduce wear. Primary function. ഒമ്പതാമത്തെ ചോദ്യമാണ് അല്ലെ. ഏതായിരിക്കും പ്രൈമറി ഫംഗ്ഷൻ? ഏതായിരിക്കും? വിയർ റിഡക്ഷൻ ആണ് അല്ലെ. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വിയർ എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയി വന്നവർക്ക് മാത്രമേ അതിൽ ചെറിയൊരു ആൻസർ മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ. കൂളിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തല്ല? പ്രൈമറി ഫംഗ്ഷൻ അല്ല, ബാക്കിയൊക്കെ സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, the important characteristics of lubricating oil is its viscosity, physical stability, chemical stability, resist against corrosion. ഓക്കെ, പത്താമത്തെ ചോദ്യമാണ്. Viscosity is the right answer.
The most commonly used lubrication system in automobile is petrol, splash, pressure, none of the above. ബോട്ടത്തിലായിരിക്കും. ഏതാണ്? പ്രഷർ സിസ്റ്റം. Okay, pressure system is the right one. Next, maximum oil pressure in the lubrication system is controlled by oil filter, pump, rotor, pressure relief valve, pressure switch. Maximum oil pressure in the lubrication system. പന്ത്രണ്ടാമത്തെ ചോദ്യം, pressure relief valve is the right answer. Okay, ആർക്കും തെറ്റ് വന്നിട്ടില്ല. The lubrication system in all modern cars has. Question ശ്രദ്ധിക്കുക. The lubrication system in all modern cars has gear type pump, rotor type pump, oil filter, oil cooler. എല്ലാ മോഡേൺ കാറിലും വേണ്ട സാധനം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? Question. The lubrication system in all modern cars has. Oil filter അല്ലേ? നിങ്ങൾ അത് കൂട്ടി വായിച്ചു നോക്കി. Oil filter is the right answer. കുറച്ചുപേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇത് റിപ്പീറ്റഡ് PSC PAQ ആണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ഓർത്തിരിക്കുക. കാരണം ഇവിടെ the lubrication system in all modern cars has oil filter. അത് അങ്ങനെ വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കാര്യം മനസ്സിലാവും. കാരണം എല്ലാ വണ്ടികളും എന്താ ആവശ്യമുണ്ട്? ഓയിൽ ഫിൽറ്റർ ആവശ്യമുണ്ട്. അതാണ് അവിടെ മീൻ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? തെറ്റ് വന്നവർ ഒരു പേടിയും പേടിക്കേണ്ട. അത് തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ ഇപ്പൊ തെറ്റിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? അർത്ഥം പിടികിട്ടിയില്ലേ? Next question. From the oil pump, the oil goes directly to oil gallery, oil strainer, oil filter, main bearings. From the oil pump, the oil goes directly to. ഇവിടെ ആൻസർ വരും oil filter is the answer. കാരണം ഇവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത കാര്യം നല്ല പറയുന്നത്, ഓയിൽ എങ്ങോട്ട് പോകുന്ന പറയുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇത് പിടുത്തം കിട്ടിയില്ലേ? ഒരു മെത്തേഡ് ഓഫ് അപ്രോച്ച് പിടുത്തം കിട്ടിയില്ലേ? From the oil pump, the oil goes directly to oil filter. ബൈപ്പാസ് സിസ്റ്റം ആണെങ്കിൽ ഓയിൽ ഫിൽറ്ററിലേക്ക് ഒരു പാർട്ട് പോകണമെന്നില്ല, നമുക്ക് വേറെ പല വഴിക്കും പോവുകയും ചെയ്യും. ഓക്കെ അല്ലേ? എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Excessive lubricating oil consumption in an engine may be due to oil reaching combustion chamber, high viscosity of oil, low oil pump delivery pressure, leakage of oil through main bearing, bad to some. Lubricating oil consumption. ആക്ച്വലി ഇവിടെ ആൻസർ വരുന്നത് കൺസപ്ഷന്റെ കാര്യമാണ് പറയുന്നത്. കൺസപ്ഷൻ കൂടുതൽ എപ്പോഴും എന്തായിരിക്കും? ഈ സാധനം ഓയിൽ ഏതെങ്കിലും കാരണവശാൽ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഓയിൽ എന്തെങ്കിലും കാരണവശാൽ കമ്പഷൻ ചേമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തിത്തീരും. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത്. ഓയിൽ റീച്ചിങ് കമ്പഷൻ ചേമ്പർ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. കാരണം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. കാരണം ഇവിടെ നമുക്ക് എന്ത് വരും, ചില സമയങ്ങളിൽ നമുക്ക് A ആണോ D ആണോ സംശയം വരും. ഓക്കെ, കാരണം ഇവിടെ ഓയിൽ കൺസപ്ഷന്റെ കാര്യമാണ് പറയുന്നത്. കൺസപ്ഷൻ ചെയ്ത് തീരുന്നുണ്ട്. അത് എവിടെയായിരിക്കും? ഓയിൽ റീച്ചിങ് കമ്പഷൻ ചേമ്പർ ആയിരിക്കും. വൈറ്റ് സ്മോക്ക് ഇത് കത്തുന്നോണ്ട് വരാം, കമ്പഷൻ ചേമ്പറിൽ എത്തിയാ വരാം. ഈ വെള്ളപ്പുകയൊക്കെ വരുന്നില്ല, ഓയിൽ കത്താന്ന് പറഞ്ഞു കേട്ടില്ല. Low lubricating oil pressure in an engine may be due to clogged oil filter, more oil filled in the oil sump, high viscosity of oil used, excessive backlash between pump gears. Lubricating oil pressure കുറയുന്നതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്.
അപ്പൊ ഈ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞുതരാം. ബാക്ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ 2 ഗിയറുകൾ, ഇപ്പൊ ഇവിടെ ഒരു ഗിയർ ഉണ്ട്, അടുത്ത ഗിയർ ഇങ്ങനെ മേറ്റ് ചെയ്യാം അല്ലെ, അതായത് ഇവിടെ ഓയിൽ പമ്പ് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഈ ഗ്യാപ്പിനെയാണ് ബാക്ക്ലാഷ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഇത് കയറി വരുമ്പോഴാണ് ആക്ച്വലി ഇത് സംഭവിക്കുന്നത്, പ്രഷറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇത് പ്രഷറൈസ് കറക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇവിടെ എക്സസീവ് ബാക്ക്ലാഷ് ബിറ്റ്വീൻ പമ്പ് ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ബാക്ക്ലാഷ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓയിൽ പ്രഷർ ലോ ആയി പോലെ. ക്ലിയർ ആണ്? പിടുത്തം കിട്ടിയത്? കാരണം ഒരു ഗിയർ പമ്പ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ കയറുമ്പോൾ ഇതിന് ആ സ്മോൾ സ്പേസിൽ അത് എന്ത് ചെയ്യാണ്? പ്രഷറൈസ് ചെയ്യേണ്ടത്. അപ്പൊ ആ സ്മോൾ സ്പേസ് കിട്ടുന്നില്ല, ഇതിന്റെ ഇടയിലുള്ള ബാക്ക്ലാഷ് കൂടുകയാണ്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോ പ്രഷർ ആയി. ക്ലിയർ? കാരണം നമ്മളെപ്പോഴും ചിലപ്പോൾ ബാക്കിയൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളായിട്ട് വന്നേക്കാം, പക്ഷെ അവിടെ നമ്മൾ പ്രൈം ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് വരാൻ സാധ്യതയുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, ഐ തിങ്ക് എല്ലാവർക്കും പിടുത്തം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ലാഷ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് തമ്മിൽ ഈ ഗിയറുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? Next question. The type of oil pumps used in engine lubrication system are vacuum and pressure pump, rotor and gear pump, rotor and diaphragm pump, vacuum and diaphragm pumps. The type of oil pumps. നമ്മൾ 4 ടൈപ്പ് പമ്പേ പഠിച്ചിട്ടുണ്ടായുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതാണ്? 4 ടൈപ്പ് പമ്പേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. റോട്ടോർ ആൻഡ് ഗിയർ പമ്പ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. When comparing two oils of viscosity SI20 and SI40, which one has the highest viscosity and what is mean by viscosity? ഏതാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വിച്ച് ഈസ് മോർ ഹെവിയർ, വിച്ച് ഈസ് മോർ തിക്കർ, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക അല്ലെ. തിക്നെസ് ആണ് ഇവിടെ വരുന്നത്. വിസ്കോസിറ്റിയുടെ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ ആണ്. അവിടെ ഒരിക്കലും നമുക്ക് ഡെൻസിറ്റി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട. ഇവിടെ എന്താണ് ആൻസർ? തെറ്റ് വന്നോട്ടെ, നിങ്ങൾ ഈ സമയം തെറ്റിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. തെറ്റ് വരുത്തി തന്നെ നമുക്ക് ശരിയാക്കി എത്തണം. ഇവിടെ എന്താണ് ആൻസർ? SI40. SI40ക്കാണ് എന്ത്? ഹയസ്റ്റ് വിസ്കോസിറ്റി. അവിടെ മീൻ ചെയ്യുന്നത് വിസ്കോസിറ്റി മീൻസ് തിക്നെസ് ആണ്. ഓക്കെ, ഡെൻസിറ്റി ആയിട്ട് അവിടെ ബന്ധമില്ല. ക്ലിയർ? ക്ലിയർ ആണല്ലോ അല്ലെ? ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവുന്ന കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The statement given below refer to the properties of lubrication oil. Which one of the following is not true? ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ഏതോ ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പൊ 3 ശരിയായിട്ട് അറിയില്ലെങ്കിൽ പോലും തെറ്റായി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. SI10 oil is less viscous than SI20. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. Viscosity can be considered to consider two parts, namely body and fluidity. Okay, ഒരു വായിക്കുമ്പോൾ വലിയ പിടുത്തം കിട്ടുന്നില്ല, എന്നാൽ അവിടെ നിൽക്കട്ടെ. Increase in temperature increase viscosity of oil. Increase in temperature increases viscosity of oil. അതെന്തായാലും ശരിയാവില്ല അല്ലെ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും, അതായത് വിസ്കോസിറ്റി കുറയും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. എങ്കിലും 4ാമത്തോടെ പോയി നോക്കാം. വിസ്കോസിറ്റി റെഫേഴ്സ് ദ ടെൻഡൻസി ഓഫ് ഓയിൽ ടു റെസിസ്റ്റ് ഫ്ലോയിങ്. അതും ശരിയാണ്. അപ്പൊ എനിവേ നമുക്ക് ബി ആണോ സി ആണോ എന്ന സംശയം വരുന്നുള്ളൂ. അതായത് സിയിൽ നമുക്ക് യാതൊരു സംശയമില്ല അല്ലെ. സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരിക. ബി പറയുന്നത് എന്താ? വിസ്കോസിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ടു ബി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, namely body and fluidity. അല്ലെ, അതായത് ഒരു ബോഡിയും ഫ്ലൂയിഡിറ്റിന്റെ ഇതും ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ പറയാമെന്ന് അവിടെ പറയുന്നുള്ളൂ. അപ്പൊ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിവേ ഓർത്തിരിക്കുക, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് ഓയിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ആർക്ക് മാത്രമേ? എല്ലാ ഫ്ലൂയിഡിനും ഇത് ബാധകമാണോ? എല്ലാ ഫ്ലൂയിഡിനും ഇത് ബാധകമാണോ? എനിക്കൊന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ തോന്നുന്നു. എല്ലാ ഫ്ലൂയിഡിനും ഇത് ബാധകമായിരിക്കും? ആയിരിക്കില്ല അല്ലെ. നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക്സ് ഉണ്ട്, ഹൈഡ്രോളിക്സ് ഉണ്ട്. ന്യൂമാറ്റിക്സിന്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് വിസ്കോസിറ്റി ഓഫ് ഓയിൽ ടെമ്പറേച്ചർ അനുസരിച്ച് എന്താ ചെയ്യാം?
ഇൻക്രീസ് ചെയ്യും. കാരണം ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ അവിടെ കൂടുതലാണ്. കാരണം അപ്പോഴാണ് അത് അടുത്തടുത്ത് വരിക. നെക്സ്റ്റ്, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു ലൂബ്രിക്കേഷൻ ഓഫ് എൻജിൻസ്. വിച്ച് വൺ ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഇതൊന്ന് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റായ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, തെറ്റായ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ്, ഇൻ എ പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം the ratio of petrol and oil is 20:1. The petrol oil lubrication system is used in 4-stroke petrol engine. The pressure relief valve is fitted between oil pump and oil filter. In a splash type lubrication system, the cylinder walls are lubricated by oil thrown by screw bar dipper. ഒരു കാര്യം മാത്രം നമ്മൾ വേറെ സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 3 പോയിന്റ് വേറെ പഠിക്കാനും കിട്ടും. ഏതാണ് ഈ ക്വസ്റ്റ്യൻ? പെട്ടെന്ന് ആൻസർ ചെയ്യാം. കാരണം എന്താ, പെട്രോൾ ലൂബ്രിക്കേഷൻ യൂസ്ഡ് ഇൻ 4-stroke ആൻഡ് പെട്രോൾ എഞ്ചിൻ. അതെന്തായാലും തെറ്റാണ്. കാരണം നമ്മൾ എന്താ പഠിച്ചിരുന്നത്? പെട്രോൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം എവിടെയായിരുന്നു? പെട്രോൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്ഥലം എവിടെയായിരുന്നു? 2-stroke എഞ്ചിനിലാണ് അല്ലെ? സംശയമില്ലല്ലോ. റോഷ്നി കെ പി, ഇലക്ട്രിക്കലാണോ അതോ മെക്കാനിക്കലാണോ റോഷ്നി കഴിഞ്ഞത്? ജസ്റ്റ് ചോദിച്ചാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇലക്ട്രിക്കലാര്? റോഷ്നി മെക്കാനിക്കൽ തന്നെ കഴിഞ്ഞാണ്. ഓക്കെ ഓക്കെ, അപ്പൊ വലിയ കുഴപ്പമില്ല. ഇലക്ട്രിക്കലാർ ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇലക്ട്രിക്കലുകാർ ആരെങ്കിലും ഇതിൽ വരുന്നുണ്ടോ? ആരെങ്കിലും എനിബഡി ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, ആരുമില്ല അല്ലെ? ഓക്കെ, അങ്ങനെ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോയിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡിൽ പോകാം അടുത്ത ക്ലാസ് തൊട്ട്. ഞാൻ നോക്കട്ടെ, ഇലക്ട്രിക്കലാർ ആരും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡിൽ കൂടെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? സ്പീഡ് കൂട്ടണോ കുറച്ചും കൂടെ, അതോ ഇതേ ലെവലിലേക്ക് പോയാൽ മതി? Next question, which one of the following can be the reason for excessive oil pressure in the lubrication system? The answer vara. Which one of the following can be the reason for excessive oil pressure in the lubrication system? Okay, relief valve inde adjustment തെറ്റുമ്പോഴാണ് നമുക്ക് excessive oil pressure വരിക. ശ്രദ്ധിക്കുക. Okay, next one. The oil pressure in the lubrication system has exceeded the set limit. Through which one of the following components will the oil retain to a sum? Pressure relief valve, bypass valve, oil filter, oil pump. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാം. കാരണം ഇപ്പൊ തന്നെ ആൾക്കാരെ തെറ്റിച്ചു തുടങ്ങി. ഏതാണ്? ഓക്കെ, ഈ ബൈപ്പാസ് വാൽവ് എന്ന് പറഞ്ഞ വാൽവ് നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടോ? ബൈപ്പാസ് വാൽവ് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? കൂളിംഗ് സിസ്റ്റത്തിലാണ് പഠിച്ചത്. കൂളിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് പഠിച്ചത്. കൂളിംഗ് സിസ്റ്റത്തില് തെർമോസ്റ്റാറ്റ് റിലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് പഠിച്ചത്? ബൈപ്പാസ് വാൽവ് പഠിച്ചത്. ഇവിടെ എന്താണ്? പ്രഷർ റിലീഫ് വാൽവ് തന്നെയാണ് ആൻസർ വരുന്നത്. ക്ലിയർ? ക്ലിയർ അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് പ്രഷർ റിലീഫ് വാൽവ് അവിടെ വെക്കുന്നത്. തെറ്റിക്കരുത് കേട്ടോ, കാരണം എല്ലാവരും തെറ്റിച്ച ചോദ്യമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ, the main quality of lubricating oil is to minimize the sludge formation, active deposits, friction, varnish formation. ഓക്കെ, ഇവിടെ നമുക്ക് വലിയ ചിന്തിക്കാനൊന്നുമില്ല. ഫ്രിക്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. വെരി ഗുഡ്. The lubricating oil pressure of an engine is adjusted at pressure gauge, pressure relief valve, bypass valve, main bearing clearance. Okay, pressure relief valve is the right answer here. Which part indicates the oil level on the engine sump? Okay, oil level നമുക്ക് ചെക്ക് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണെന്നുള്ളതാണ്. ഫീലർ ഗേജ്, പ്ലാസ്റ്റിക് ഗേജ്, ഓയിൽ പ്രഷർ ഗേജ്, ഡിപ് സ്റ്റിക്ക്. കാരണം നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഓയിൽ ലെവല് ആൾക്കാർ ചെക്ക് ചെയ്യുന്ന കണ്ടോ, ഒരു സ്റ്റിക്കാണ്, ഒരു ഡിപ് സ്റ്റിക്ക് നമ്മൾ അതിനെ പറയാം. ഫീലർ ഗേജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫീലർ ഗേജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫീലർ ഗേജ്
ക്ലിയറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ക്ലിയറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫീലർ ഗേജ് യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. Where is the pressure relief valve or lubrication system on diesel engine provided? Inlet port of oil pump, outlet port of oil pump, main oil gallery, lubrication oil filter inlet. Pressure relief valve. Main oil gallery ലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന പ്രഷർ റിലീഫ് വാൽവ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. റിലീഫ് വാൽവ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 30 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചെയ്തിട്ട് തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ എഴുതിയിട്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല. ഓക്കെ 25 പ്ലസ് ഉണ്ട് എന്തായാലും അല്ലെ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, വെറുതെ ഓടിച്ച് നോക്കാം. നമ്മൾ തുടങ്ങിയത് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഫോർ കേരള PSC ആയിരുന്നു. അപ്പൊ ആദ്യം ലൂബ്രിക്കൻസ് പർപ്പസുകൾ എന്താ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നുള്ളതായിരുന്നു പ്രൈം ഫംഗ്ഷൻ. പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ആണ്. ബാക്കി ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റന്റ്, ഓപ്പറേറ്റിംഗ് പ്രഷർ വിസ്റ്റാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. വിസ്കോസിറ്റി റേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച സമയത്ത് SI ഇന്റർനാഷണൽ എന്താണെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കി. അതിനുശേഷം നമ്മൾ SI നമ്പറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ആ നമ്പർ എങ്ങനെയാണ് ഇടുന്നത്, SI 40 and 20 കമ്പാരിസൺ, അതുപോലെ തന്നെ വിന്ററും അതുപോലെ തന്നെ സമ്മർ സീസൺ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് എത്ര ഡിഗ്രിയിലാണ് ഇതിന്റെ ചെക്കിംഗ് നടക്കുന്നത്, അതുപോലെ 99 ഡിഗ്രി -18 ഡിഗ്രി 2 ഡിഗ്രികളുടെ പ്രത്യേകത എന്താണ്, അതിന്റെ ഫാരൻഹീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. SI 90 ആണ് നമ്മൾ ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത്. SI 140 ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, അതർ ദാൻ ഗിയർ ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൊളറ്റാലിറ്റി എന്താണ്, വൊളറ്റാലിറ്റി പറഞ്ഞ എന്താണ്, പ്രോപ്പർട്ടി എന്താണ്. അതിനുശേഷം ലെസ് വൊളറ്റാലിറ്റി ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുക, കാരണം പെട്ടെന്ന് ആവിയായി പോകാൻ പാടില്ല. ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കാര്യങ്ങൾ നമ്മൾ നോക്കി. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റിനേക്കാൾ ഒരു 10 തൊട്ട് 20 ഡിഗ്രി വരെ കൂടുതലായിരിക്കണം നമ്മൾ പറഞ്ഞു. ഈ ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ് സോളിഡ്, അതുപോലെ തന്നെ സെമി സോളിഡ്, ലിക്വിഡ് ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നു. അതിൽ സെമി സോളിഡ് ആണ് ഗ്രീസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഗ്രീസുകളും അതിന്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് ലൂബ്രിക്കേഷൻ വേണ്ടത്, ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിലും വേണം. പിന്നെ നമുക്ക് സിസ്റ്റംസ്, ഫസ്റ്റ് ബൗണ്ടറി ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾഫില്ലിംഗ് ലൂബ്രിക്കേഷൻ എന്താണ്. ഫുൾഫില്ലിംഗിലാണ് നമ്മൾ ഓയിൽ പമ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്രോളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ യൂസ് ചെയ്യുന്നു. 2 to 3% ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന നമ്മുടെ ഓയിൽ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത്രയും കാര്യം അവിടെ നമ്മൾ ഓർത്തിരിക്കണം. സ്പ്ലാഷ് സിസ്റ്റത്തിൽ നമ്മളൊരു സ്പൂള് നമ്മുടെ അവിടെ കണക്ടിംഗ് റോഡിന്റെ എൻഡിൽ ഫിക്സ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗും ബിഗൻ ബെയറിംഗും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. പ്രഷർ സിസ്റ്റത്തിൽ ഓർത്തിരിക്കേണ്ടത് അതിന്റെ പ്രഷർ റേഞ്ച് ആണ്. പ്രധാനമായിട്ട് 200 to 400 കിലോ പാസ്കൽ അല്ലെങ്കിൽ 2 to 4 kg/cm². ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. പമ്പ് യൂസ് ചെയ്യുന്നു എന്ന കാര്യം ഇവിടെ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നത് സെമി പ്രഷർ സിസ്റ്റം ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന സിസ്റ്റം ആണ്. നോർമലി ഫോർ സ്ട്രോക്ക് എഞ്ചിനിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ആണ്, ഓർത്തിരിക്കുക. ഡ്രൈ പമ്പ് സിസ്റ്റത്തിൽ 2 പമ്പ് യൂസ് ചെയ്യുന്നു. ഒന്ന് നമുക്ക് ഫീഡ് ചെയ്യാനും ഒന്ന് നമുക്ക് ഇതിനെ ബാക്ക് ടു ദ ഓയിൽ ടാങ്കിനാണ് നമ്മൾ 2 പമ്പുകളിലൂടെ യൂസ് ചെയ്യുന്നത്. മെയിൻ ഓയിൽ ഗ്യാലറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. റിലീഫ് വാൽവ് എന്ന് പറഞ്ഞാൽ ഗ്യാലറിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. 2 ടൈപ്പ് ഉണ്ട്, ബോൾ ടൈപ്പ്, പ്ലഞ്ചർ ടൈപ്പ്. നമ്മൾ 2 ടൈപ്പ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രഷർ റെഗുലേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫിൽറ്റർ ആണ്. ഫിൽറ്ററിന്റെ പ്രധാന ഉദ്ദേശം സെഡിമെന്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. 3 ടൈപ്പ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ടൈപ്പ്, അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ടൈപ്പ്, അതുപോലെ തന്നെ എഡ്ജ് ഫിൽറ്റർ ടൈപ്പ്. അങ്ങനെ 3 ടൈപ്പാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഏകദേശം 5 മൈക്രോൺ ടു 5 മൈക്രോൺസ് വരെയാണ് കാറ്റലിസ്റ്റ് ഫിൽറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുക. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ എഡ്ജ് ടൈപ്പ് ഫിൽറ്ററിൽ ഒരു സോഫ്റ്റ് ഡിസ്ക് ഉണ്ട്, അത് ബ്രാസ് കൊണ്ടായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. പിന്നീട് നമുക്ക് വരുന്നത് ഓയിൽ പമ്പാണ്. ഓയിൽ പമ്പ് റൺ ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് വഴിയാണ്. അത് പ്രധാനമായിട്ടും 4 ടൈപ്പുകളുണ്ട്. 4 ടൈപ്പ് തന്നെ ഗിയർ ടൈപ്പ്, റോട്ടോ ടൈപ്പ്, വെയിൻ ടൈപ്പ് ആൻഡ് പ്ലഞ്ചർ ടൈപ്പ്. റോട്ടോ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്നർ ലോബും ഔട്ടർ ലോബും നമ്മുടെ റിലേഷൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇന്നർ ലോബിനെക്കാട്ടും ഒരെണ്ണം കൂടുതലായിരിക്കും ഔട്ടർ ലോബ് എന്ന് പറയുന്നത്, അത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കാം. ബാക്കി രണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, നമ്മൾ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മോക്ക് ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻസ് തിയറി പോർഷൻസ് നമുക്ക് ഏകദേശം ഇത്രയും തന്നെ അറിഞ്ഞാൽ മതി.
Anybody? Okay. Aviram, Anandu, Arun BS, Muhammad, Nitin K, Reji, Sharoshni, Sharath, Shanu, Sonat, Vishnu. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല വൈൻഡപ്പ് ചെയ്താലോ? വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ വല്ല വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം പോയി.